ബേസിറ്റി റിലേഷൻഷിപ്പ് ഓഫ് അമീൻസിൽ നമ്മൾ ഇനി കൺസിഡർ ചെയ്യുന്നത് അരൈൽ അമീൻ വേഴ്സസ് അമോണിയ ആണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു അമോണിയയെയും അരൈൽ അമീനെയും കമ്പയർ ചെയ്യുമ്പോൾ അരൈൽ അമീൻ ഈസ് ഹാവിങ് ലെസ്സർ ബേസിറ്റി ദാൻ അമോണിയ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ PKB വാല്യൂ വളരെയധികം കൂടുതലായിരിക്കും. ഇവിടെ ഒരു അരൈൽ അമീനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആരോമാറ്റിക് അമീനായിട്ടുള്ള അനിലീനെയാണ്. അനിലീനെ പറ്റി ചിന്തിക്കുമ്പോൾ അനിലീൻ്റെ PKB വാല്യൂ വളരെ കൂടുതലാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് NH2 ഗ്രൂപ്പ് വിച്ച് ഈസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ദ ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗിലേക്ക് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള NH2 ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് അനിലീൻ എന്ന് പറയുന്ന പ്രൈമറി ആരോമാറ്റിക് അമീൻ്റെ PKB വാല്യൂ വളരെ കൂടിയിരിക്കുന്നത്. ഇപ്പോൾ PKB വാല്യൂ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അതിൻ്റെ ബേസിറ്റി കുറവായിരിക്കും. അപ്പോൾ അനിലീൻ്റെ റെസണൻസ് സ്ട്രക്ചേഴ്സ് നമുക്കൊന്ന് വരച്ച് നോക്കാം. നമുക്കറിയാവുന്ന പോലെ അനിലീൻ്റെ റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ നൈട്രജൻ ഈസ് ഡീലോക്കലൈസ്ഡ് ഇൻ ദ ബെൻസീൻ റിംഗ്. നൈട്രജനിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ അവിടെ ഫ്രീ ആയിട്ടിരിക്കുന്നില്ല, അത് ബെൻസീൻ റിംഗിൽ ഡീലോക്കലൈസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അതിന് പ്രോട്ടോണേഷൻ നടക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാൽ ആണ് ഡ്യൂ ടു ദിസ് ലെസ് പ്രോട്ടോണേഷൻ ആരോമാറ്റിക് അമീൻസ് ആർ കൺസിഡേർഡ് ആസ് വീക്ക് ബേസസ് ദാൻ അമോണിയ. അപ്പോൾ അനിലീൻ്റെ റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നൈട്രജനിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ തന്നെ നിൽക്കുന്നില്ല. ഇറ്റ് ഈസ് ഡീലോക്കലൈസ്ഡ് ഇൻ ടു ദ ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗിൽ ഡീലോക്കലൈസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അനിലീൻ എന്ന് പറയുന്ന മോളിക്യൂളിനെ പ്രോട്ടോണേറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അനിലീൻ്റെ അല്ലെങ്കിൽ ആരോമാറ്റിക് അമീൻ്റെ ബേസിസിറ്റി അമോണിയേക്കാൾ കുറവായിട്ട് വരുന്നത്. മറ്റൊരു കാര്യം ഓർക്കണം, ഇവിടെ റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ആസ് നമ്പർ ഓഫ് റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് ഇൻക്രീസസ് ഗ്രേറ്റർ ഇറ്റ്സ് സ്റ്റെബിലിറ്റി. അതുകൊണ്ട് തന്നെ അനിലീൻ എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ഇതിന് ഇത്രയും റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അനിലീൻ എന്ന് പറയുന്നത് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. അനിലീനിയം അയോണിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അനിലീൻ എന്ന് പറയുന്ന പ്രൈമറി ആരോമാറ്റിക് അമീനിൽ നിന്നും ഉണ്ടാകുന്ന ഒരു അയോണാണ് അനിലീനിയം അയോൺ, NH3+, അല്ലേ? അപ്പോൾ അനിലീനിയം അയോണിൻ്റെ റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് എന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. ഇവിടെ കാണാവുന്ന പോലെ തന്നെ 2 റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് ആണ് അനിലീനിന് പോസിബിൾ ആയിട്ടുള്ളത്. ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ബെൻസീൻ റിങ്ങിലുള്ള കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനിൽ മാത്രം, അല്ലേ? അപ്പോൾ അനിലീനെയും അനിലീനിയം അയോണിനെയും കമ്പയർ ചെയ്യുമ്പോൾ അനിലീൻ എന്നതിന് 5 റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. എന്നാൽ അനിലീനിയം അയോണിന് 2 റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സേ ഉള്ളൂ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു, ആസ് ദ നമ്പർ ഓഫ് റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് ഇൻക്രീസസ് ദ സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. അതുകൊണ്ട് തന്നെ അനിലീനിയം അയോണിൻ്റെ സ്റ്റെബിലിറ്റി അനിലീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഇനി അനിലീനിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുകയാണെന്നിരിക്കട്ടെ. ഇൻ ദ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനിലീൻ, ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പുകളായിട്ടുള്ള CH3, OCH3, NH2 എന്നിങ്ങനെയുള്ള ഗ്രൂപ്പുകളാണെങ്കിൽ ഈ ഗ്രൂപ്പുകളുടെ പ്രസൻസ് കൊണ്ട് ആ കോമ്പൗണ്ടിൻ്റെ ബേസിറ്റി ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പുകളെല്ലാം തന്നെ അവയിലുള്ള ഇലക്ട്രോൺസിനെ അനിലീനിലുള്ള നൈട്രജന് കൊടുക്കുന്നു, അല്ലേ? അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അതിന് പ്രോട്ടോണേഷൻ സാധ്യമാവുന്നു. അതുകൊണ്ട് ഒരു അരൈൽ അമീനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിലുള്ള സബ്സ്റ്റുവൻറ്റ് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പുകളാണെങ്കിൽ അവയുടെ ബേസിറ്റി കൂടുതലായിരിക്കും. എന്നാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളായിട്ടുള്ള NO2, X എന്ന് പറഞ്ഞ ഹാലജൻ, COH ഗ്രൂപ്പ് എന്നിവയിൽ ഏതെങ്കിലും ഒക്കെ ആണെങ്കിൽ അവയുടെ ബേസിറ്റി കുറവായിരിക്കും എന്നും പ്രത്യേകം ഓർക്കണം.